ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. ദ്രോണർ കൗരവരുടെയും പാണ്ഡവരുടെയും ആചാര്യനായതിനെക്കുറിച്ചുള്ള കഥ കേൾക്കാം. ഹസ്തിനപുരിയിൽ എത്തുന്നതിന് വളരെ മുമ്പ് ഭരദ്വാജൻ എന്ന മഹാമുനിയുടെ ആശ്രമത്തിൽ ദ്രോണൻ എന്ന ബ്രാഹ്മണകുമാരനും ദ്രുപദൻ എന്ന പാഞ്ചാല രാജകുമാരനും ഗുരുകുലവാസം ചെയ്ത് വിദ്യാഭ്യാസം നടത്തിയിരുന്നു. ഏറ്റവും ഇഷ്ടരായിരുന്നു അവരിരുവരും. ഞാൻ രാജാവാകുമ്പോൾ എൻ്റെ മുതലും രാജസുഖങ്ങളുമെല്ലാം എൻ്റെ ഇഷ്ടതോഴൻ്റേതുകൂടി ആയിരിക്കുമെന്ന് ദ്രുപദൻ അന്ന് സത്യം ചെയ്തു. ഗുരുകുലവാസം കഴിഞ്ഞ് ദ്രുപദൻ കൊട്ടാരത്തിലേക്ക് പോയി. ദ്രോണൻ തൻ്റെ ഗ്രാമത്തിലേക്കും. യൗവനം പ്രാപിച്ചപ്പോൾ കൃപാചാര്യന്റെ സഹോദരിയായ കൃപിയെ ദ്രോണർ വിവാഹം ചെയ്തു. അവളിൽ അശ്വത്ഥമാവ് എന്ന വീരനായ പുത്രൻ ജനിച്ചു. അതിനുശേഷം ദ്രോണൻ സാക്ഷാൽ പരശുരാമനെ ചെന്ന് വന്ദിച്ച് അദ്ദേഹത്തിൽ നിന്ന് മഹാഅസ്ത്രങ്ങളും ദിവ്യമന്ത്രങ്ങളും നേടുകയുണ്ടായി. തിരികെ ചെന്ന് കൃപയോടും മകനോടുമൊപ്പം കഴിഞ്ഞു വരവെ ദ്രോണന് ഒരു നാൾ മനസ്സ് നോവിച്ച ഒരു അനുഭവം ഉണ്ടായി. കുട്ടിയായ അശ്വത്ഥമാവ് അയൽപക്കത്തെ ധനിക കുടുംബങ്ങളിലെ കുട്ടികൾ പാൽ കുടിക്കുന്നത് കണ്ട് തനിക്കും പാൽ വേണമെന്ന് വാശി പിടിച്ചു കരഞ്ഞു. ദരിദ്രനായ ദ്രോണനാകട്ടെ ഒരു പശുവിനെ വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ധനിക ബാലന്മാർ കുറച്ച് അരിമാവ് കലക്കി പാലാണെന്ന് പറഞ്ഞ് കരയുന്ന അശ്വത്ഥമാവിന് നൽകി. അത് കുടിച്ച് സന്തുഷ്ടനായ കുട്ടി ഞാനും പാല് കുടിച്ചേ എന്ന് തുള്ളിച്ചാടി. അയലത്തെ ബാലന്മാർ പരിഹസിച്ച് കൈകൊട്ടി ചിരിച്ചു. ഈ കാഴ്ച കണ്ട ദ്രോണർ വല്ലാതെ വേദനിച്ചു. തൻ്റെ ദാരിദ്ര്യത്തിന് പരിഹാരമെന്തെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ദ്രുപദ രാജാവിന്റെ വാക്കുകൾ ഓർമ്മയിൽ തെളിഞ്ഞു. അദ്ദേഹം പുത്രനോടൊപ്പം പാഞ്ചാല രാജധാനിയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ തൻ്റെ ഉറ്റ തോഴൻ ഇപ്പോൾ രാജാവാണെന്നറിഞ്ഞ് അദ്ദേഹം ആനന്ദത്തോടെ നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ദ്രുപദനരികിലെത്തിയ ദ്രോണർ സന്തോഷത്തോടെ പറഞ്ഞു, തോഴരെ, ഇതാ നിന്റെ പഴയ കൂട്ടുകാരൻ വന്നിരിക്കുന്നു. രാജാവിന്റെ പുരികങ്ങൾ ചുളിഞ്ഞു. ഈ ദരിദ്ര ബ്രാഹ്മണൻ തന്നെ തോഴനെന്ന് വിളിക്കുന്നു. രാജാവ് ക്രുദ്ധനായി പറഞ്ഞു, ഹേ ബ്രാഹ്മണ, നീ എൻ്റെ തോഴനാവുന്നതെങ്ങനെ? പണ്ടെങ്ങാനും നാം ഒന്നിച്ചു പഠിച്ചു കാണും. അതിന് സഖിത്വം എന്നോ പേര്? തുല്യതയുള്ളവർ തങ്ങളിൽ മാത്രമേ വേഴ്ചയുണ്ടാവൂ. ദരിദ്രനും ധനികനും, മൂഢനും പണ്ഡിതനും, ദുർബലനും ശൂരനും തമ്മിൽ വേഴ്ചയുണ്ടാവാൻ സാധ്യമല്ല. രാജാവിന് രാജാവ് മാത്രമേ മിത്രമാകൂ. ഞാൻ നിന്നോട് നിത്യസഖ്യം സത്യം ചെയ്തിട്ടുണ്ടോ? പഴങ്കഥയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നേരത്തെ ആഹാരം വേണമെങ്കിൽ തരാം, വാങ്ങി കഴിച്ചിട്ട് പോയിക്കൊള്ളുക. അപമാനിതനായ ദ്രോണൻ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പുത്രന്റെ കൈയും പിടിച്ച് മടങ്ങിപ്പോന്നു. ഒരു നാൾ കൗരവ പാണ്ഡകുമാരന്മാർ നഗരത്തിന് വെളിയിലുള്ള ഒരു വിശാല ഭൂമിയിൽ കളിച്ചു നിൽക്കുമ്പോൾ പന്ത് കിണറ്റിൽ വീണുപോയി. അതെങ്ങനെ എടുക്കണം എന്നറിയാതെ അവർ വിഷമിച്ചു. ആ സമയം കറുത്തു മെലിഞ്ഞൊരു ബ്രാഹ്മണൻ ദൂരെ നോക്കി നിൽക്കുന്നത് കാണായി. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് കുമാരന്മാരോട് പറഞ്ഞു, മോശം മോശം, പന്ത് കിണറ്റിൽ വീണാൽ എടുക്കാൻ അറിഞ്ഞുകൂടാത്തവരോ നിങ്ങൾ? നിങ്ങളുടെ ശസ്ത്രാഭ്യസനം കൊണ്ട് എന്തു ഫലം? ഇതാ, ഞാൻ എൻ്റെ മോതിരം കൂടി ഈ കിണറ്റിലേക്ക് എറിഞ്ഞിട്ട് ഈ പുല്ലുകൊണ്ട് എടുത്തു തരാം. പകരം എനിക്ക് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം തരുമോ? ആചാര്യനോട് ചോദിച്ചിട്ട് അങ്ങേക്ക് ഒരു നേരത്തെയല്ല, എന്നും ഭക്ഷണം നൽകിക്കൊള്ളാം എന്ന് യുധിഷ്ഠിരൻ മറുപടി നൽകി. അത് കേട്ട് ആ ബ്രാഹ്മണൻ തൻ്റെ കയ്യിലിരുന്ന ദർഭപുല്ലിന്റെ കെട്ടഴിച്ച് മന്ത്രം ജപിച്ച് ഒരെണ്ണം കിണറ്റിലേക്ക് ഇട്ടു. അത് പന്തിൽ ചെന്ന് തറച്ചു. അപ്പോൾ അടുത്ത ദർഭയും കിണറ്റിലിട്ടു. ആ ദർഭനാമ്പ് ആദ്യത്തേതിൽ ചെന്ന് തറച്ചു. ശേഷം ഒന്നൊന്നായി മറ്റു പുൽനാമ്പുകളും അയച്ചു തുടങ്ങി. ഓരോന്നും തമ്മിൽ തറഞ്ഞു തറഞ്ഞ് കയർ പോലെയായി. മുകളറ്റത്തെത്തിയപ്പോൾ ബ്രാഹ്മണൻ അതിന്റെ തുമ്പിൽ പിടിച്ചുയർത്തി പന്ത് എടുത്തു കാട്ടി. വില്ലെടുത്ത് അമ്പ് തൊടുത്തെയ്ത് മോതിരവും എടുത്തു കാട്ടി. കുമാരന്മാർ ആഹ്ലാദാരവും മുഴക്കി. ഈ അത്ഭുത വിദ്യ കണ്ട് അമ്പരന്ന് നിന്ന അവർ കൂപ്പുകൈകളോടെ ചോദിച്ചു, മഹാത്മൻ, അവിടുന്ന് ആരാണ്? ഞങ്ങൾ എന്താണിനി ചെയ്യേണ്ടത്? ഇവിടെ നടന്നതെല്ലാം ഭീഷ്മരോട് ചെന്ന് പറയുവിൻ എന്നായി ബ്രാഹ്മണൻ. കുമാരന്മാർ ഭീഷ്മർക്കരികിലേക്ക് ഓടിച്ചെന്ന് ഉണ്ടായതെല്ലാം പറഞ്ഞു. ഭീഷ്മർക്ക് ആളെ മനസ്സിലായി. അത് ദ്രോണർ തന്നെ ആയിരിക്കണം. അരികിൽ ചെന്ന് വന്ദിച്ച് കേമമായി സൽക്കരിച്ചിരുത്തിയ ഭീഷ്മരോട് ദ്രോണർ തന്റെ കഥ മുഴുവനും പറഞ്ഞു. പാഞ്ചാല സവിധത്തിലെ അവഹേളന കഥ കേട്ട ഭീഷ്മർ ബ്രാഹ്മണനെ വന്ദിച്ചു പറഞ്ഞു,
അങ്ങ് പരമാചാര്യനാണ്. ഇവിടെ എത്തിയത് എൻ്റെ കുമാരന്മാരുടെ പുണ്യം. ഭീഷ്മരുടെ അപേക്ഷപ്രകാരം ദ്രോണൻ കുടുംബസമേതം ഹസ്തിനപുരിയിൽ താമസമാക്കുകയും കുമാരന്മാരുടെ ആചാര്യനായി ചുമതലയേൽക്കുകയും ചെയ്തു. വിദ്യാദാനം ആരംഭിക്കുന്നതിന് മുമ്പ് ആചാര്യൻ വന്ദിച്ചു നിൽക്കുന്ന രാജകുമാരന്മാരോട് പറഞ്ഞു, കുട്ടികളെ, ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഇച്ഛിക്കുന്നു. എന്നിൽ നിന്ന് വിദ്യ നേടിയതിനു ശേഷം നിങ്ങളിൽ ആരത് സാധിച്ചു തരും? പരസ്പരം നോക്കി മൗനമായി നിന്നു എല്ലാവരും. പക്ഷേ അർജുനകുമാരൻ മാത്രം മുന്നോട്ട് വന്ന് ഗുരുവിനെ വണങ്ങി. ഗുരു, ഞാനത് സാധിച്ചു തരും, ഇത് സത്യം. ദ്രോണരുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. അദ്ദേഹം അർജുനനെ മാറോട് ചേർത്ത് പുണർന്ന് അനുഗ്രഹിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നവരെ ബൈ.